പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പെത്തി. കൂടുതൽ ആനുകൂല്യങ്ങളാണ് ഈ മാസത്തോടെ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ കൂടുതൽ ധനസഹായം വിതരണം ചെയ്യുന്നു. പ്രത്യേകിച്ച് 3 ഗഡുക്കൾ ഈ സമയത്തിനുള്ളിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി 4800 രൂപയോളമായിരിക്കും എത്തിച്ചേരുക. 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ ഈ തുക എത്തിച്ചേരും. മാർച്ച് മാസത്തെ തുക വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഏപ്രിൽ മാസത്തെ വിതരണവും നേരത്തെയാക്കും. ഈസ്റ്റർ, വിഷു പോലുള്ള ആഘോഷങ്ങൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് വിതരണം നേരത്തെയാക്കുന്നത്. അതുമാത്രമല്ല, പുതിയ സാമ്പത്തിക വർഷം കൂടി ആയതിനാൽ സർക്കാർ മുൻപ് പറഞ്ഞതുപോലെ കുടിശ്ശികയുടെ ഗഡുക്കൾ കൂടി വിതരണം ആരംഭിക്കും. കുടിശ്ശിക പൂർണ്ണമായും നൽകി തീർക്കുകയില്ല. തനത് തുകയോടൊപ്പം ഒരു ഗഡു ആയിരിക്കും വിതരണം ചെയ്യുക. അപ്പോൾ ഓരോ ഗുണഭോക്താക്കൾക്കും 3200 രൂപ വീതം കിട്ടും. സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് കൂടി ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. വിവിധ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാന അറിയിപ്പും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. വിവിധ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നതോടൊപ്പം തന്നെ കുടിശ്ശികയും നൽകും. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 14 മാസത്തോളം കുടിശ്ശികയുണ്ട്. ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു പരിധിവരെ കൊടുത്തു തീർക്കും. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ വിതരണം ആരംഭിച്ചിരിക്കുന്നത് മാർച്ച് മാസത്തെ 1600 രൂപയുടെ വിതരണമാണ്. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നാളെ മുതൽ വിതരണം ആരംഭിക്കും. 62 ലക്ഷം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണത്തിനായി കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പ് 817 കോടി രൂപ അനുവദിച്ചിരുന്നു. 8 ലക്ഷത്തിലധികം പേർക്കാണ് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടത്. ഇതിനാവശ്യമായ തുകയും മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുകയിൽ കുറവ് വന്നവർക്ക് ആ തുകയും വരും ദിവസങ്ങളിൽ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ അനധികൃതമായി സാമൂഹിക ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സംഭവത്തിൽ റവന്യൂ വകുപ്പിലെയും സർവേ ഭൂരേഖ വകുപ്പിലെയും 16 ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. പെൻഷൻ വാങ്ങിയ തുകയും 18% പലിശയും സർക്കാരിലേക്ക് തിരിച്ചടച്ചതിനാലാണ് ഇവരെ സർവീസിൽ തിരിച്ചെടുത്തത്. അനധികൃതമായി സാമൂഹിക പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് 18% പലിശ സഹിതം തുക തിരിച്ചുപിടിക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോളേജ് അധ്യാപകരുമടക്കം 1458 പേർ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നതായാണ് കണ്ടെത്തിയത്. തുടർന്നാണ് സർക്കാർ വിശദമായ പരിശോധന നടത്തി പണം പലിശയടക്കം തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചത്. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.